ഹൗ ഏജ് ഓൺ സ്റ്റാൻഡ്സ് അപ്പാർട്ട് എന്ന് പറഞ്ഞ് നോക്കുമ്പം നമ്മൾ എല്ലാ രീതിയിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചില ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യും. എന്നിട്ട് നമുക്ക് ചിലപ്പോൾ 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 മാസം കൊണ്ടോ നമ്മൾ ചിലപ്പോൾ 5-10 കിലോ കുറയും. അതിനിപ്പം നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരും സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ പണ്ട് കാലങ്ങളിൽ കേൾക്കുന്ന പോലെ നമ്മളൊരു നിരാഹാര സത്യാഗ്രഹം ഇരുന്നാലും ഒരാൾക്ക് വെയിറ്റ് കുറയും. പക്ഷെ അത് ഹെൽത്തി ആണോ? അത് ഹെൽത്തി അല്ല ഒരിക്കലും. കാരണം നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം, നമ്മുടെ ശരീരത്തിൻ്റെ ഫംഗ്ഷന് വേണ്ട, എനർജിക്ക് വേണ്ട ഫുഡ് നമ്മൾ എടുക്കണം. സോ നോർമൽ ആ ഫുഡ് എടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് എങ്ങനെ മാനേജ് ചെയ്യാം, ഒപ്റ്റിമൽ ബോഡി വെയിറ്റിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം. ഇതിൽ ഈ പറഞ്ഞ പോലെ മെത്തേഡുകൾ പലതുണ്ട്. പക്ഷേ അതിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെല്ലുലാർ ലെവലിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെല്ലുകൾ ഏതൊക്കെയോ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രത്യേക രീതിയിൽ വർക്ക് ചെയ്യുകയാണ്. ആ വർക്ക് ചെയ്യുന്ന മെത്തേഡിലാണ് നമുക്ക് ചിലപ്പം ഫാറ്റ് കൂടുന്നതോ അല്ലെങ്കിൽ വെയിറ്റ് കൂടുന്നതോ അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസ് ഒക്കെ സ്ലോ ഡൗൺ ആവുന്നത്. അവിടെ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്തിട്ട് ഈ സെല്ലുകളെ നമ്മൾ തിരിച്ച് പഴയ പോലെ ആക്കി മാറ്റുക ചെയ്യുന്നത്. ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് അല്ലേ? So we target exactly the cellular level modifications, not into lifestyle modification.